തിരുവനന്തപുരത്ത് നിന്നും IS ചേരാനായിട്ട് ആളുകളെ കൂട്ടുന്ന IS ബന്ധമുള്ള ആദിൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് അറസ്റ്റ് ചെയ്തൊരു വാർത്ത നിങ്ങൾ കേട്ടിരുന്നു. മലയാളിയാണ്. മലയാളികളായ കുറെ ആൾക്കാരെ ഇതേ മതഭ്രാന്തുള്ള കുറെ പേരെ സോഷ്യൽ മീഡിയയിൽ കൂടി ഒന്നിച്ചു ചേർത്ത് രാജ്യത്തിനെതിരെ പോരാടുക, IS തീവ്രവാദം കേരളത്തിന്റെ ഉള്ളിൽ വളർത്തുക എന്നതായിരുന്നു ഇയാളുടെ മോട്ടീവ്. കുറച്ച് നാളുകളായിട്ട് ഇയാൾ നിരീക്ഷണത്തിലാണെന്ന് ഇയാൾക്ക് തന്നെ അറിയാം. ഇയാളുടെ ആ ഏരിയയിലൊക്കെ തന്നെ പോലീസ് ഇയാളെ കുറിച്ച് അന്വേഷിക്കുകയും ഇയാളുടെ പിറകിന് തന്നെ വരികയും ചെയ്യുന്നുണ്ടെന്ന് ഇയാൾക്കറിയാം. എന്നിട്ടും ഇയാൾ ഈ ഒരു സംഗതി തുടർന്നു പോയി എന്നുള്ളതാണ്. തീർച്ചയായും ഇതെല്ലാം ഒരു ലിമിറ്റിന്റെ അപ്പുറത്തേക്ക് ഒരു സംഗതിയോട് ഒബ്സസ്ഡ് ആകുമ്പോൾ വരുന്ന ഒരു സംഗതിയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ ആ ഒബ്സഷൻ വന്നിരിക്കുന്നത് മതത്തിലാണ്. എന്തൊക്കെ പറഞ്ഞാലും മതം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ ഈ രീതിയിൽ കൂടി സ്വാധീനിക്കുന്നുണ്ട് എന്ന് നമുക്ക് ഡിനൈ ചെയ്യാൻ സാധിക്കില്ല. ഒരുപാട് പേര് ഇപ്പോൾ കേരളത്തിൽ നടക്കം പിടിക്കപ്പെടുമ്പോൾ ഇതൊക്കെയും നമ്മളെ ഭയത്തിന്റെ നിറകിൽ തന്നെയാണ് കൊണ്ടെത്തിക്കുന്നത്. കൂടെ നടക്കുന്നവര്, നമ്മൾ സഹവസിക്കുന്നവര്, കൂടെ നമ്മൾ ബിസിനസ് ആവശ്യങ്ങൾക്കൊക്കെ ബന്ധപ്പെടുന്നവര്, ഇവരൊക്കെയും ഇതേ ചിന്താഗതിയോട് കൂടിയാണോ ജീവിക്കുന്നത്? നാളെ ഇവരിൽ നിന്നൊക്കെ ഒരു ത്രെട്ട് നമുക്ക് ഉണ്ടാകുമോ എന്ന ഭയം ഓരോ നിമിഷവും വാർത്തകൾ കാണുമ്പോൾ നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായും ഇതിനെയൊക്കെ ഉരുക്കുമുഷ്ടി കൊണ്ട് കൈകാര്യം ചെയ്യുന്ന ഒരു ഭരണകൂടം ഇവിടെ വന്നാൽ മാത്രമേ ഇവിടുത്തെ ജനങ്ങൾക്ക് സേഫ്റ്റി ഉണ്ടാവുള്ളൂ. ശരിയല്ലേ?